ഹായ് ടീച്ചേഴ്സ്, ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ. ഇന്ന് നമ്മൾ കരിയർ ജേർണി ചെയ്യുന്ന മൂന്നാമത്തെ ടീച്ചറാണ്. നമുക്ക് മിസ് സഫീറയാണ് നമ്മുടെ കൂടെ ഉള്ളത്, മാത്ത് ടീച്ചറാണ്. അപ്പോൾ സഫീറക്ക് ജോബ് കിട്ടിയിരിക്കുന്നത് ജിദ്ദയിലാണ്. ജിദ്ദയിലെ ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ നല്ല സാലറി തന്നെ ജോബ് കിട്ടി. നമ്മൾ ജോബിന്റെ കാര്യത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഏതൊക്കെ ട്രെയിനിങ് എടുത്തിട്ടൊന്നും കാര്യമില്ല, അതിന് ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ ഒരു എഫേർട്ട് ഉണ്ട്. നമുക്ക് ഈ ജോബ് കിട്ടുന്ന ടീച്ചേഴ്സിനൊക്കെ എനിക്ക് പറയാനുള്ളത്, അവർ അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ടാണ് അവർക്ക് കിട്ടുന്നത്. ഇന്റർവ്യൂ പ്രാക്ടീസ് ആവട്ടെ, ഡെമോ പ്രാക്ടീസ് ആവട്ടെ, ഇതെല്ലാം അവർ എഫേർട്ട് ഇടുന്നുണ്ട്. അതുപോലെ കുറച്ചൊക്കെ അതിലൊരു ഭാഗ്യം എന്നും കൂടെ നമ്മൾ പറയൂലേ. സഫീറയുടെ ഫസ്റ്റ് എന്താ സൗദിയിൽ വന്നിട്ടുള്ള ജോബാണ്. അതും വിസിറ്റ് വിസയിലാണ് വന്നിട്ടാണ് കിട്ടിയത്. ഇനി ആള് വിസ എടുത്ത് വരാനുള്ള നിൽക്കുന്നതാണ് സഫീറ കേട്ടോ. വിസിറ്റിൽ കിട്ടിയാലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമുക്കിവിടെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വിസ വേണം, ഇക്കാമ വേണം. അപ്പൊ ഇനി ഞാൻ കുറേ വലിച്ചു നീട്ടുന്നൊന്നുമില്ല, സഫീറിനോട് ആ കരിയർ ജേണി ചോദിക്കാം. നിങ്ങൾക്ക് നമ്മൾ ഇതുപോലെ ഒരുപാട് കരിയർ ജേണി കൊണ്ടുവരുന്ന എന്തിനറിയോ? വെറുതെ ഈ വീഡിയോ വാച്ച് ചെയ്ത് കഥ കേൾക്കുന്ന പോലെ കേട്ടു പോകരുത്. ഓരോ ടീച്ചേഴ്സിന്റെ കരിയർ ജേണി കാണുന്ന സമയത്ത് ഇനിയും ഗൾഫിലെ ജോബ് നോക്കുന്ന എൻ്റെ ടീച്ചേഴ്സ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നോട്ട് ചെയ്യുക. ഇവര് ഓരോ കാര്യങ്ങള്, ഇവർ ഓരോരുത്തരുടെ ജേണി ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ നിന്ന് അവർ പറയുമ്പോൾ ചില ടീച്ചേഴ്സ് പറയുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂ ഇൻഫോർമേഷൻ കിട്ടും. അപ്പൊ നിങ്ങൾ അത് നോട്ട് ചെയ്യുക. അതില്ലെങ്കിൽ നമ്മൾ ഇത്രയും കരിയർ ജേണി കൊണ്ടുവരില്ല. ഈ കരിയർ ജേണി ഓരോ ടീച്ചർക്ക് പറയാനുള്ളതും ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറികളായിരിക്കും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് പോയിന്റ്സുകൾ നോട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പൊ ഞാൻ ഇനി ഇത് ചെയ്യണമല്ലേ, ആ പാർട്ട് നിങ്ങൾ ക്ലിയർ ആക്കുക. റെഡി ആണല്ലോ? അപ്പൊ പിന്നെ സഫീറനോട് ചോദിക്കുക. സഫീറ പറയുന്നതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോട്ട് ചെയ്യാം കേട്ടോ. മിസ് സഫീറ, ആ സഫീറയുടെ മിസ്. കരിയർ ജേണി കേരളത്തിൽ നിന്ന് വന്ന് ജിദ്ദയിൽ വന്നപ്പോ എങ്ങനെയായിരുന്നു ആ കരിയർ ജേണി? ഇന്റർവ്യൂ മുമ്പ് വേറെ സ്കൂളിൽ പോയിരുന്നോ? എന്തൊക്കെയായിരുന്നു ട്രെയിനിങ്ങിൽ? എത്രത്തോളം യൂസ്ഫുൾ ആയി? ഒന്ന് പറയോ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി? അവർ നോട്ടും പെന്നൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുക. ഓക്കെ. യെസ്. ഹായ്, അസ്സലാം വലൈക്കും. ഞാൻ സഫീറ. ആ. പിന്നെ ഇത് ഞാൻ ഈ HBIT ട്രെയിനിങ് ചെയ്തത് എനിക്ക് തോന്നുന്നു എത്രയോ മുന്നേ ഞാൻ ചെയ്യേണ്ടിയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കാരണം കുറെ മുന്നേ തന്നെ ഞാൻ ജിദ്ദയിൽ ഇങ്ങനെ വരുന്നും പോകുന്നൊക്കെ ഉണ്ട് വിസിറ്റിന്. പക്ഷെ അന്നൊന്നും ഞാനിങ്ങനെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ എന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്കൂളുകളിൽ പേര് അടിച്ചു നോക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കുറച്ച് മുന്നെയാണ് മാമിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ യൂട്യൂബിൽ കാണാൻ തുടങ്ങിയത്. അപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇവിടെ ഹെൽപ്പ് ചെയ്യാനൊരു ആളുണ്ട്, ഒരു മലയാളി ഉണ്ട് എന്നൊരു തോന്നല്. ഇനി ചെന്നാൽ എന്തായാലും മാമിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്, ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ വന്ന് ഞാനൊരു എനിക്കിപ്പോ ചെറിയൊരു മോനുണ്ട്. അപ്പൊ അവനെ ഒന്നും കൂടെ ഒന്ന് വലുതാവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കുറച്ച് ഡിലേ ആയത്. അങ്ങനെ ഒരു ഇപ്പൊ ഒരു 2 മാസം മുന്നേ ഒക്കെ ആയിട്ട് ഞാൻ HBIT ജോയിൻ ചെയ്തു. അമേസിങ് ആണ്. എന്താ പറയാ, ഇത്രയും നല്ലൊരു ട്രെയിനിങ് ഇനി എവിടുന്നും കിട്ടൂല, ആർക്കും കിട്ടൂല. കാരണം ഇവിടെ പഠിപ്പിക്കുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമുക്കൊരു ഒരു സബ്ജക്റ്റിന്റെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല. നമ്മള് എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ഇന്റർവ്യൂ എങ്ങനെ ചെയ്യണം, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെമോ എങ്ങനെ എടുക്കണം, ഒരു അറബിക് സ്കൂളിൽ നമ്മളെ നമ്മളെ എങ്ങനത്തെ വേഷം ഇട്ടാലാണ് നമ്മളെ അവരൊന്ന് പരിഗണിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരുന്നത്. ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി. കാരണം ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം നമ്മളിപ്പോ നാട്ടില് ടീച്ചേഴ്സ് ആവുമ്പോൾ നമ്മൾ ചുരിദാർ ഇട്ട് പോവും. പിന്നെ അതുപോലെ അങ്ങനെ അധികം വലിയ മേക്കപ്പ് ഒന്നും ഇല്ല. മുടിയൊന്നും സ്ട്രെയിറ്റൻ ചെയ്യൂല. പക്ഷെ ഇവിടെയൊന്നും അങ്ങനെയല്ല. ഇവിടെ കംപ്ലീറ്റ്ലി നമ്മളെ ഒരു ഔട്ട്ഫിറ്റ് നോക്കിയിട്ട് തന്നെയാണ് അവര് നമ്മളെ വേണോ വേണ്ടേന്ന് കൂടെ നമ്മളെ തീരുമാനിക്കുന്നത്. അപ്പൊ അതൊന്നും അതിനെക്കുറിച്ച് ഒരു ABCD പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതൊക്കെ മാമിന്റെ ട്രെയിനിങ്ങിലൂടെയാണ് കിട്ടിയത്. അപ്പൊ ഭയങ്കര യൂസ്ഫുൾ ആയി. ഭയങ്കര വേർത്താണ്. പിന്നെ അൽഹംദുലില്ലാ. സഫീറ, എന്താ ആ, ഇന്റർവ്യൂവിന് ഇതിന്റെ മുമ്പ് വേറെ സ്കൂളിൽ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നോ? അതെ. ഞാന് ഇവിടെ തന്നെ ഈ വേറെ സ്കൂളിൽ ആ, പോയി. അതെ, ഞാനൊരു ഏതാ ഏതൊരു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ഉം. പക്ഷെ അവിടെ ഞാനന്ന് എനിക്ക് അബദ്ധം പറ്റിയതാണ്. ഉം. ഞാനന്ന് PPT പ്രിപ്പയർ ചെയ്യാതെയാണ് പോയത്.
ആ അപ്പോ അവർക്ക് PPT പ്രിപ്പയർ PPT ചെയ്യാൻ വേണം. പറഞ്ഞു, പക്ഷെ അതെ. സമയം കിട്ടിയില്ല, അതല്ലായിരുന്നു അന്ന്. അതെ, സമയം കിട്ടിയില്ല. കാരണം അവര് തലേന്നും പിറ്റേന്നും അങ്ങനെയാണ്. ആ തലേന്ന് ഞാൻ പോയി പിറ്റേന്നൊക്കെ റെഡിയാക്കാൻ പറഞ്ഞു. പക്ഷെ PPT കിട്ടിയില്ല. ഞാൻ ലെസൺ പ്ലാൻ ഇതൊക്കെ ചെയ്ത് പോയി. പക്ഷെ അവർക്ക് PPT വേണം. അതുകൊണ്ട് അവിടെ കിട്ടിയില്ല. സഫീറ, ഈ സ്കൂളിൽ പോകുമ്പോൾ ഇന്റർവ്യൂ എത്ര, ഒരുപാട് ഇന്റർവ്യൂ ബോർഡ് ആയിരുന്നോ അതോ എത്ര പേരുണ്ടായിരുന്നു ഇന്റർവ്യൂല്? ഇല്ല, ഇല്ല. ഇന്റർവ്യൂ ബോർഡൊന്നും ഇല്ല. ആ നമുക്ക് സ്കൂൾ കോർഡിനേറ്ററും പിന്നെ നമ്മുടെ ആ ഒരു ഹോൾ സെക്ഷന്റെ ഒരു ഹെഡും ഇവർ രണ്ടുപേരും ഇരുന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുക അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ബോർഡും കാര്യങ്ങളും ഒന്നും ഇല്ല. വളരെ കൂൾ ആൻഡ് കാം ആയിട്ടായിരുന്നു ഇന്റർവ്യൂ. ഇന്റർവ്യൂ ഉണ്ടല്ലേ. നല്ലൊരു പിന്നെ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഓക്കെ, സഫീറൊക്കെ BEd ഉണ്ടോ? ഇല്ല, ഇല്ല. എനിക്ക് ബിഎഡ് ഇല്ല. ഞാൻ ബിടെക് ആണ്. ക്വാളിഫിക്കേഷൻ ബിടെക്. ബിടെക്കിൽ ഏതായിരുന്നു? അതെ. ബിടെക് ഇലക്ട്രോണിക്സാ? ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത് ഗൾഫിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ജോബാണ് അല്ലെ? അതെ, അതെ. ഫസ്റ്റ് ജോബാണ്. അൽഹംദുലില്ലാ. പിന്നെ അതെ. ഈ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അവിടെ പോയിട്ട് ഡെമോൺസ്ട്രേഷൻ അവർ ചെയ്യിപ്പിച്ചില്ലേ? ചെയ്യിപ്പിച്ചല്ലോ. അപ്പോൾ ഡെമോൺസ്ട്രേഷന് അവർ ചെയ്ത്, ഞാൻ അറിഞ്ഞത് 7 and 8 ഡെമോ ചെയ്തു, പക്ഷെ നല്ല പെർഫോമൻസ് ആയതുകൊണ്ട് 10th കിട്ടി എന്നുള്ള പോലെയാണ് കേട്ടത്. ഏതായിരുന്നു ക്ലാസ്? അതെ, അതെ മിസ്. ഏതായിരുന്നു? ഞാൻ സെവന് എന്റെ അടുത്ത് പറഞ്ഞത് എയ്ത്തിലേക്കാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആ, ഞാൻ എയ്ത്തിലോട്ടുള്ളത് പ്രിപ്പയർ എടുക്കുമോന്ന് ചോദിച്ചു. അപ്പൊ സെവനിലും എടുത്തു. അപ്പൊ അവര് നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം ഞാൻ വർക്ക് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ് പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതുപോലെ അവര് ചെയ്തു. ഭയങ്കര അതെ എക്സൈറ്റഡ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്ത ആള് എന്നുള്ളതിൽ നല്ലൊരു കൺസിഡറേഷൻ അവിടെ എനിക്ക് കിട്ടി. പിന്നെ അതുപോലെ ഇപ്പൊ അവര് എന്റെ ഏതൊക്കെ അടുത്ത് ക്ലാസ് ആണ്? ഞാന് 7th, 8th, 9th, 10th വരെ എടുക്കുന്നുണ്ട്. അതാ, അപ്പൊ അത്രയും നന്നായിട്ട് സഫീറ പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് അല്ലെ, നന്നായിട്ട് പ്രാക്ടീസ് അതെ, അതെ. ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. ആ അതെ എഫേർട്ട് മിസ്. അതെ ഇല്ലെങ്കിൽ മിസ്. നമുക്ക് കഴിയൂല ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ പോയിട്ട് അതെ. ചെയ്യാൻ. പിന്നെ അതെ അടുത്തൊരു മിസ്. ഡൗട്ട്, കാരണം നമ്മുടെ ടീച്ചർ ആ. എന്താ ഇത് വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് സഫീറ അവരുടെ ആ. ഡൗട്ട് ആ ക്ലാരിഫിക്കേഷൻ. മിസ്. പിന്നെ സഫീറയുടെ ഓക്കെ. ഇന്റർവ്യൂ നടക്കുന്ന, സോറി, ഡെമോൺസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് അവിടെ ഉം, ഉം. കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടാണോ ഡെമോ ചെയ്തത് അതോ വെറും മാനേജ്മെന്റിന്റെ മുമ്പിലാ? എങ്ങനെയായിരുന്നു ആ ഡെമോ അല്ലല്ല. കിട്ടിയത്? കുട്ടികളുണ്ടായിരുന്നു. എന്നെ ആ, ക്ലാസ്സിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ആ, അവിടെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ഓണാക്കി തന്നു. എന്നിട്ട് ഞാൻ എന്റെ ഉം, പിപിടി അവരുടെ സിസ്റ്റത്തിലോട്ട് എന്റെ മെയിലിന്ന് അവരുടെ മെയിൽ അയച്ച് ഉം. അങ്ങനെ അത് ഓപ്പൺ ചെയ്ത് അങ്ങനെയാണ് ക്ലാസ് എടുത്തത്. അത് പിന്നെ അത് അങ്ങനെ ക്ലാസ് എടുത്ത്. പിന്നെ സ്റ്റുഡൻസ്, സഫീറയുടെ സ്കൂളിലെ സ്റ്റുഡൻസ് വെറും അറബ് സ്റ്റുഡൻസ് അല്ലേ? അറബ്സ് സ്റ്റുഡൻസ് മാത്രം, എനിക്ക് തോന്നുന്നു മോറും എന്താണ് സൗദീസാ തോന്നുന്നു അല്ലെ, മറ്റേ ഇന്ത്യൻ പാകിസ്ഥാനികളൊന്നും ഇല്ലല്ലോ? അറിയില്ല. സൗദീസും ഈജിപ്ഷ്യൻസും മാത്രമേ ഉള്ളൂ. സൗദീസ് ആൻഡ് ഈജിപ്ഷ്യൻസ്. അപ്പോ അതെ. എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊരു ടീച്ചർ വരുന്ന സമയത്ത്, നമ്മുടെ നാട്ടിലെ കുട്ടികളെ പോലെ അല്ലല്ലോ ആ ഒരു ക്ലാസ് മാനേജ്മെന്റ്? എങ്ങനെയാണ് കുട്ടികൾ, എങ്ങനെയാണ്? ഒരിക്കലും അല്ല. ഒരിക്കലും ഒരിക്കലും അല്ല. അല്ല. അവിടെ ഭയങ്കരായിട്ട് പാമ്പേർഡ് ആണ് കുട്ടികളൊക്കെ. ആ, അവർക്ക് ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് അങ്ങനെയാണ് അവരെ കൊണ്ട് നടക്കുന്നത്. ടീച്ചേഴ്സിനായിട്ട് അവര് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ആ. നമ്മുടെ നാട്ടിലെ പോലെ ഒരു റെസ്പെക്ട് എന്നുള്ളതിലേറെ റെസ്പെക്ട് ആൻഡ് ഫ്രണ്ട്ലി അങ്ങനെയാണ് ഫ്രണ്ട്ലി ആണ്. ടീച്ചേഴ്സും ആ ഒരു സ്റ്റുഡൻസും. ഫ്രണ്ട്ലി എന്നുള്ള അതെ, അതെ, വേർഡാണ് അതെ. ഇവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലെ? ടീച്ചേഴ്സ് അതെ. നോട്ട് ചെയ്യണം കേട്ടോ. അതെ. നമ്മളെ അതെ. നമ്മളെ നാട്ടില് നമ്മുടെ ഒരു ഇന്ത്യൻ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാല് ഞാൻ ടീച്ചർ എന്നുള്ള പോലെ അത് ഇവരെ എടുത്ത് കാണിച്ചാൽ അവിടെ ആ. നിൽക്കാൻ പറ്റില്ല, അവര് പിടിച്ച് ഇല്ല. പുറത്തിടും അല്ലെ? ഇല്ല, ഇല്ല, ഇല്ല. അതെ. അവരോട് ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവര് ശ്രദ്ധിക്കുകയും ചെയ്യും അതെ, അല്ലെ? അതെ, അതെ. അതെ. പിന്നെ അവര് ഇംഗ്ലീഷിന്റെ കാര്യം. അവരൊരു അറ്റൻഷൻ കിട്ടണമെങ്കില് നമ്മൾ അവരുടെ അടുത്ത് ഫ്രണ്ട്ലി ആവന്നെ വേണം. അതെ, ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിൽ അവര് നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. പിന്നെ അതെ. എന്താ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ അത്ര വലിയൊരു പ്രശ്നം, നമ്മൾ കേരള ടീച്ചേഴ്സ് അധികം പേര് പേടിക്കുന്ന ഒരു കാര്യമാണ് ഇംഗ്ലീഷിന്റെ കാര്യം. അതെ, അപ്പൊ അതെ, അതെ. സഫീറൊക്കെ എന്താണ് പറയാനുള്ള ടീച്ചേഴ്സിനോട്? അത്ര വലിയൊരു പ്രശ്നമൊന്നുമല്ല. നമുക്ക് ഒരു ബേസിക് ലാംഗ്വേജ് ഉണ്ടെങ്കില് അത് നമുക്ക് മേക്കപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. 2 മാസം കൊണ്ടൊക്കെ ആ, നമ്മളൊന്ന് കേറി കഴിഞ്ഞാ നമുക്കത് പഠിയും. ബാക്കിയുള്ളവര് ഒക്കെ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കത് പഠിയും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ അതെ, പറയുന്നത് അവർക്കും അവര് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പറയുന്നത് നമുക്ക് മനസ്സിലായാൽ മതി എന്നുള്ളത് തന്നെ അല്ലേ അതെ, അവര്? മനസ്സിലായാ പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോ സഫീർ ഇപ്പൊ ജോയിൻ ചെയ്തിട്ട് 1 month കഴിഞ്ഞല്ലോ, എത്ര മന്തായി സഫീറ? സഫീർ എത്ര മാസമാണ് ജോയിൻ ചെയ്തിട്ട്, ഇപ്പൊ സ്കൂളിൽ എത്ര മാസമായി ജോയിൻ ചെയ്തിട്ട്? ഞാന് 1 മന്ത് ആയിട്ടേ ഉള്ളൂ. വൺ ഒരു മന്ത് മാസം ആയിട്ടുള്ള ആ കഴിഞ്ഞു. ഒരു അതെ. മാറ്റം
അതെ. ഇപ്പൊ നമുക്കൊരു കേറുമ്പോ ഒരു സ്കൂളിലേക്ക് ആ. ഫസ്റ്റ് ജോബ് അല്ലേ സൗദിയില്? അതെ, അതെ, അതെ മിസ്. കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ, ഓക്കെ. ആ, ആ. അപ്പൊ ആ ഒരു എങ്ങനെയായിരുന്നു ഇപ്പൊ സ്കൂളിൽ ജോയിൻ ചെയ്തൊരു 1 മന്ത് ആയപ്പോൾ ഇപ്പൊ ലാംഗ്വേജിന്റെ കാര്യത്തിലാണെങ്കിലും ടീച്ചിങ് ആ. ഒക്കെ അതിന്റെ ഒരു ഡിഫറൻസ് എന്താ ഫീൽ ചെയ്യുന്നത്? ഇപ്പോ ലാംഗ്വേജ് എന്ന് പറയുമ്പോ എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഓൾറെഡി ഉം. പഠിച്ചതൊക്കെ ഖത്തറിലായിരുന്നു. അപ്പോ ഓക്കെ. ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം എനിക്ക് അങ്ങനെ ഇല്ല. വന്നില്ല, ഇന്റർനാഷണൽ അൽഹംദുലില്ലാ. സ്കൂളിൽ പഠിച്ചതാണ്. ഓക്കെ. അതെ. പിന്നെ അതുപോലെ തന്നെ ഞാന് പുറത്തുള്ള കുട്ടികൾക്കൊക്കെ ട്യൂഷനും എടുക്കുന്നുണ്ടായിരുന്നു മാത്സ് തന്നെ. അതായത് യുകെ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇവിടത്തൊക്കെ കുട്ടികൾക്ക് എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാ ലാംഗ്വേജിന്റെ ഒരു ബുദ്ധിമുട്ടില്ല. അപ്പൊ പക്ഷെ അത് നല്ല ഔട്ട്ഫിറ്റും ഹെൽപ്പ് ആയിട്ടുണ്ടാവും ഇവിടെ വർക്ക് കിട്ടിയത്. അതെ, അതെ. നല്ല ഹെൽപ്പായി അൽഹംദുലില്ലാ. പക്ഷെ അതുപോലെയല്ല നമ്മുടെ നാട്ടില് നമ്മള് വർക്ക് ചെയ്യുമ്പോ നമ്മുടെ ഔട്ട്ഫിറ്റ് ഒക്കെയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഉം. കാരണം ലാംഗ്വേജ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമുക്കറിയില്ല. ഇപ്പൊ അങ്ങനെ ഒരു ഔട്ട്ഫിറ്റ് ഇട്ട് ചെന്നാ ഇവിടൊന്നും കിട്ടൂലാന്ന്. അപ്പൊ അതെ. ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഒരു 1 മന്തിലെന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ കേറിയപ്പോ തന്നെ എനിക്ക് ഓൾറെഡി അറിയാം. കാരണം മാമിന്റെ ഉം. ട്രെയിനിങ് എടുത്തതുകൊണ്ട് എനിക്കറിയായിരുന്നു എങ്ങനെയൊക്കെയാണ് പോണ്ടത്, എന്തൊക്കെ ഉം. ടൈപ്പ് ഡ്രസ്സ് വേടിക്കണം, ഉം. അതൊക്കെ അറിയായിരുന്നു. അപ്പോ എന്നാലും ഇവരെയൊക്കെ നമ്മുടെ കൊളീഗ്സിനെയൊക്കെ കാണുമ്പോ പിന്നെയും പിന്നെയും നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഇപ്പൊ ഒരു 1 മന്ത് ആയല്ലോ. അപ്പൊ എങ്ങനത്തെയൊക്കെ ഡ്രസ്സ് അവിടെ അലൗഡ് ആണ്, നമ്മളെങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ ഒരു ഐഡിയ ഇപ്പൊ ഒരു 1 മന്ത് കൊണ്ട് അൽഹംദുലില്ലാ കിട്ടി. അപ്പൊ ഇനിയും ഇൻഷാ അള്ളാ മാറ്റങ്ങള് ഏതൊക്കെ വരും. നാഷണാലിറ്റീസ് ആണ് അവിടെ കൊളീഗ്സ് ആയിട്ട് വരുന്നത്? കൊളീഗ്സ് ആയിട്ട് വരുന്നത് അധികം സൗദികൾ തന്നെയാണ്. ടീച്ചേഴ്സ് ഒക്കെ അധികം സൗദീസ് ആണ്. പിന്നെ പാകിസ്ഥാനി ടീച്ചർ, ഒരു പാകിസ്ഥാനി ടീച്ചർ ഉണ്ട്. പിന്നെ 2 മലയാളീസും ഉണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ സഫീറ, താങ്ക് യു ഓക്കെ. സോ മച്ച്. കുറേ കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ ഇനി ഓക്കെ വിസയിൽ മിസ്. വരാൻ പോകുന്നതാണ് അല്ലെ? നാട്ടിൽ പോയിട്ട് അതെ, വിസിറ്റ് അതെ. ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുന്നതാണ് അല്ലെ? അതെ മിസ്. അപ്പോ ഒരുപാട് സന്തോഷം. നല്ല സാലറി, നല്ല പോസ്റ്റും അതെ, ആയിട്ട് സഫീറക്ക് ജോബ് അതെ, കിട്ടിയില്ലേ? അപ്പൊ അതെ. ടീച്ചേഴ്സ് ഇനി എല്ലാവരും സഫീറ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തല്ലോ. ഇനി അടുത്തത് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക. അതുപോലെ നാട്ടിൽ നിന്ന് ഒരുപാട് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നാട്ടിൽ നിന്നും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്. അതുപോലെ വളരെയധികം നന്ദിയുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഞാനിത് ഓൾറെഡി എത്രയോ പ്രാവശ്യം മാമിന്റെ അടുത്ത് പറഞ്ഞതാണ്. എന്നാലും ഇനിയും ഒന്നൂടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ പറയാണ്. കാരണം ഇങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇവിടെയൊക്കെ നടക്കുന്നേന്ന്. അപ്പൊ താങ്ക് യു സഫീറ. ഒരുപാട് മാറ്റങ്ങൾ അറിയാൻ പറ്റി എന്തൊക്കെയാണ്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോയപ്പോ നമുക്ക് ജോലി കിട്ടി. അൽഹംദുലില്ലാ മാമിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു മാം. താങ്ക് യു സോ താങ്ക് യു. മച്ച്. താങ്ക് യു ഡിയർ.